ഹായ് ഓൾ, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ വയനാട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വയനാട് പൂക്കോട്ടൂർ തടാകം പോയി. പിന്നെ ഇത് പൂക്കോട്ടൂർ തടാകമാണ്. പിന്നെ ഞങ്ങൾ ബാണാസുര ഡാം, അതേപോലെ പൂപ്പൊലി അതൊക്കെ കണ്ട് പിന്നെ അന്ന് അവിടെ തങ്ങി പിറ്റേ ദിവസമാണ് വന്നത്. ഗുണ്ടൽപേട്ട പോയതിൻ്റെ ശേഷമാണ് നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. ഇത് പൂക്കോട്ടൂർ തടാകമാണ്. ഞങ്ങൾ ബോട്ടിലൊന്നും കയറിയിട്ടില്ല. ഇവിടെയൊക്കെ പിന്നെ ഒരുപാട് വന്നതുകൊണ്ട് ഒരുപാട് കണ്ടതാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഒരുപാട് നേരമൊന്നും നിന്നിട്ടില്ല. ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വയനാട് എത്താൻ തന്നെ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഭയങ്കര ബ്ലോക്കൊക്കെ ആയി, അങ്ങനെ ഒരുപാട് ടൈമായിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ തന്നെ. പിന്നെ ഞങ്ങൾ നേരെ വന്നത്, ഞങ്ങൾ എന്നൂർ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ അവിടെ ടിക്കറ്റ് കൂടുതലായതുകൊണ്ട് അവിടെ അടച്ചിട്ടുണ്ട്. 2000 സംതിങ് ടിക്കറ്റ് ഇട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റിയിട്ടില്ല. പിന്നെ പൂക്കോട്ടൂർ തടാകം വന്ന് ഇവിടെ പിന്നെ ഒരുപാട് നേരമൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല. കുറച്ച് നേരം നിന്നതിന് ശേഷം വന്ന് പോയി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ബാണാസുര ഡാമിലേക്ക് പോയത്. പിന്നെ പൂക്കോട്ടൂർ തടാകത്ത് കുട്ടികൾക്ക് പറ്റിയ ചെറിയ ചെറിയ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ അതുമ്പോൾ എൻജോയ് ചെയ്തു. പിന്നെ ബോട്ട് സർവീസിൽ കാര്യങ്ങളൊന്നും ഞങ്ങൾ അതിലൊന്നും പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ അതിൻ്റെ തൊട്ടൊപ്പുള്ള ഒരു കടയാണിത്. കടയിലൊക്കെ ഒന്ന് കയറി നോക്കിയാലോ വെച്ചിട്ട് കയറി നോക്കിയതാണ്. ഞങ്ങളൊന്നും വാങ്ങണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒരു മാങ്ങ ഉപ്പിലിട്ടുണ്ടായിരുന്നു, അത് വാങ്ങി. വേറെ ഒന്നും എടുത്തിട്ടില്ല. ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. കടയിലുള്ള ഓരോ സാധനങ്ങൾ കണ്ടപ്പോൾ നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു വാങ്ങാൻ. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇത് മാങ്ങ ഉപ്പും മുളകും പൊടി അങ്ങനെ എന്തൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ നല്ല ടേസ്റ്റാണത് തിന്നാൻ. ശരിക്കും നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അച്ചാർ ഇടാനാണ് പറ്റുക. പക്ഷേ ഞങ്ങൾ വണ്ടിയിൽ തന്നെ തിന്ന് വെച്ചിട്ടുണ്ട്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് എത്തി. ബാണാസുര ഡാമിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാണാസുര ഡാമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞങ്ങളൊരു റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഉച്ചക്കുള്ളത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് നെയ്ച്ചോറും അതേപോലെ പിന്നെ ചിക്കൻ കറിയും പിന്നെ ഒരു ബീഫ് കറി ഉണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നെയ്ച്ചോറ് നല്ല നന്നായിട്ടുണ്ട്. റൈസ് കുക്കറിൽ നെയ്ച്ചോറ് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അതേപോലെ ബാണാസുര ഡാമാണിത്. ബാണാസുര ഡാമിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് വേണം. അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റെപ്പ് കയറുകയാണ്. കുറച്ച് നടക്കാൻ പറ്റാത്തവർക്ക് അവിടെ നിന്നൊരു വണ്ടി ഉണ്ട്, ഒരു ട്രാവലർ ഉണ്ട്. അപ്പോൾ അതിൽ കയറാൻ ടിക്കറ്റിന് 25 രൂപയാണ്. ഒരാൾക്ക് 25 രൂപ. അങ്ങനെ ഞങ്ങൾ ഉമ്മയും പിന്നെ വേറൊരാളൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവരെ വണ്ടിയിൽ കയറ്റിയിട്ടിട്ടാണ് ഞങ്ങൾ നടന്നു. ഒരുപാട് സ്റ്റെപ്പ് കയറണം. നടക്കാൻ കഴിയുന്നവർക്ക് തന്നെ നടക്കാൻ കഴിയുള്ളൂ. ഞാൻ ഒരുപാട് വട്ടം വയനാട് വന്നിട്ടുണ്ട്. പക്ഷേ ബാണാസുര ഡാം ഫസ്റ്റായിട്ടാണ് കാണുന്നത്. ഞാനിവിടെ വന്നിട്ടില്ല. താഴെ റോഡിലൂടെ പോകുമ്പോൾ ഒരു വട്ടം കണ്ടിട്ടുണ്ട് ഇതാണ് ഡാം എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നിട്ടില്ലായിരുന്നു. നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ഇതായിരുന്നു അവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ അത് അവിടെ ഒരു ചെടീൻ്റെ ഒരു കടയാണ്. അപ്പോൾ ഇത് നമ്മൾ ചെടീൻ്റെ റേറ്റ് ചോദിച്ചു നോക്കിയതാണ്. ഇതാണ് ഡാം. അടിപൊളിയാണ് ഡാം ഇട്ടോ കാണാൻ. നല്ല രസമുണ്ട്, ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്നിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ ഒരുപാട് നടക്കാണ്ടല്ലോ, നടന്ന് കാണാനുണ്ട് ഇവിടെ. അപ്പോൾ പിന്നെ ഞങ്ങളിവിടെ കുറച്ച് നേരം നിന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഊഞ്ഞാലും ഇതൊക്കെ ഉണ്ടായപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ.
നല്ല നല്ല അടിപൊളി പൂക്കളായിരുന്നിട്ടുണ്ടായിരുന്നത്. വാങ്ങാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മളെ നാട്ടിലത് പിടിക്കുമെന്നും അറിയില്ല. കാരണം അവിടുത്തെ കാലാവസ്ഥയും നമ്മുടെ നാട്ടിലത്തെ കാലാവസ്ഥ ഒരുപാട് മാറ്റമുണ്ട്. നമുക്കിവിടെ വെയിലായി കഴിഞ്ഞാൽ വേനലായ നല്ല വെയിലാണ്. പക്ഷേ അവിടെ വെയിലാണെങ്കിലും കൂടിയിട്ട് അവിടെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയല്ലേ. അപ്പോൾ ഞങ്ങൾ ആ ചെടിയൊന്നും അവിടുന്ന് വാങ്ങിയിട്ടില്ല. പിന്നെ ഇവിടുന്ന് ഞങ്ങളൊരു 4 മണിയൊക്കെ ആയതിൻ്റെ ശേഷം ഇവിടുന്ന് പോന്നു. പിന്നെ ഞങ്ങൾ പൂപ്പൊലി കാണാമെന്നാണ് വിചാരിച്ചത്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി. ചാർജ് കഴിഞ്ഞിട്ട് ചാർജറൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഞങ്ങൾ നിൽക്കണമെന്ന് കരുതിയിട്ടായിരുന്നില്ല പോയത്. പിന്നെ പൂപ്പൊലി കാണാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് റൂമെടുത്ത് നിന്ന് അങ്ങനെ 2 റൂമുള്ള ഒരു റൂമാണ് എടുത്തിട്ടുള്ളത്. റൂം എടുക്കാതെ പോരുന്ന സമയത്ത് പിന്നെയും വീണ്ടും ഞങ്ങൾ കണ്ടന്നെ തിരിച്ചു പോയതാണ്. റൂമെടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോയതായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഏതായാലും ഇതിപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് തിരിച്ചു പോരുന്നതാണ്. റൂം എടുക്കണം. എൻ്റെ ഫോണിൽ ചാർജ് കുറവായതുകൊണ്ട് ഒരുപാട് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ ഞങ്ങൾ പൂപ്പൊലി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ എന്നൂർക്കും പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്നൂർ പോവാതെ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചത് ഗുണ്ടൽപേട്ടയാണ്. അപ്പോൾ ഗുണ്ടൽപേട്ടയ്ക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ ഗുണ്ടൽപേട്ടയാണ് ഇപ്പോൾ പോകാൻ നിൽക്കുന്നത്. പുറത്തിറങ്ങിയപ്പോൾ നല്ല മഞ്ഞായിരുന്നു കേട്ടോ. നല്ല മഞ്ഞുണ്ടായിരുന്നു. നന്നായിട്ട് കോട മൂടി കിടക്കുമായിരുന്നു. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ അത്ര ഒരു തണുപ്പില്ലല്ലോ, പക്ഷേ അവിടെ നല്ല മഞ്ഞ്, നല്ല തണുപ്പായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പോരുമ്പോൾ നല്ല മഞ്ഞുണ്ടായപ്പോൾ ഒരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ് ആ വീഡിയോ. പിന്നെ ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിലാണ് കയറിയത്. അവിടെ നിന്ന് പിന്നെ ചായ ഒക്കെ കുടിച്ചതിൻ്റെ ശേഷം പിന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്യണ്ടല്ലോ, ചായ കുടിച്ചതിൻ്റെ ശേഷം പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മീനങ്ങാടിയിലാണ് ചായ കുടിക്കാൻ ഇറങ്ങിയത്. ആശാക്ക് ഇതിൽ ഒരു ഫുഡും ഇഷ്ടമായിട്ടില്ല. അവൾക്ക് പൂരി പറ്റൂലായിരുന്നു. ഒന്നും കഴിച്ചിട്ടില്ല അവള്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ വണ്ടിയിൽ കയറണം. അങ്ങനെ പിന്നെ ഗുണ്ടൽപേട്ടയ്ക്ക് തിരിച്ചു. നല്ല അനുഭവമായിരുന്നു കേട്ടോ അത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ പിന്നെ നല്ല കോടം മൂടി പിന്നെ കാട്ടിലൂടെയുള്ള യാത്രയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം അവിടെ എത്താനിതാ. ഇതിപ്പം മൈസൂർ പോണ വഴിയാണ്, ഗുണ്ടൽപേട്ട പോണ വഴിയാണ്. കാടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇവിടുന്ന് ആനനെ കണ്ട് ഞങ്ങൾ. ആനൻ്റെ കൂട്ടം കണ്ട്, അതേപോലെ മാനിനെ കണ്ടു. ഈ യാത്ര ഒരു നല്ലൊരു രസമായിരുന്നു കേട്ടോ, ഈ കാട്ടിലൂടെയുള്ള യാത്ര. ഞങ്ങൾക്കിവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല. 1000 രൂപ ഫൈൻ അടക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ സൂര്യകാന്തിൻ്റെ അടുത്ത് പോയി. സൺഫ്ലവർ എന്താ ഭംഗി അറിയോ സൺഫ്ലവർ കാണാൻ. നമ്മൾ ശരിക്കും നേരിട്ട് ഇതുപോലെ ഒരുപാട് സൺഫ്ലവർ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. നല്ല ഭംഗിയുണ്ട്. നമ്മൾ പിക്ചറിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, അപ്പോൾ ശരിക്കും നേരിട്ട് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു തോട്ടമാണ്. ഒരുപാട് തോട്ടങ്ങളുണ്ട്, പക്ഷേ ഒക്കെ അതിൻ്റെ സീസൺ കഴിഞ്ഞപ്പോൾ ഒരുപാട് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞവർ. അപ്പോൾ ഈ ഒരു തോട്ടം ഉണ്ടായിരുന്നു. ഇത് ക്യാബേജിൻ്റെ തോട്ടമാണ്. ക്യാബേജ് തോട്ടം ഞാൻ ഫസ്റ്റായിട്ടാണ് കാണുന്നത്. നല്ല രസമുണ്ട് അതിന് കാണാൻ. അപ്പോൾ ക്യാബേജൊക്കെ നല്ല വൃത്തിയിൽ ഇങ്ങനെ കിടക്കണ കണ്ടപ്പോൾ നല്ലൊരു ഇത്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ ചാർജ് കഴിഞ്ഞതുകൊണ്ട് പിന്നെ വണ്ടിയിൽ കുത്തിച്ചായിരുന്നു. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഗുണ്ടൽപേട്ട എത്തി ഞങ്ങൾ
തിരിച്ച് വരുന്ന വഴിയാണിത്. തിരിച്ചു വരുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എടുത്ത വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ കാണാൻ പറ്റാത്ത പൂപ്പൊലി ഇന്ന് കാണാൻ പോയതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ പൂപ്പൊലി. പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ നമ്മൾക്ക് മനസ്സിന് തന്നെ ഒരു സന്തോഷം തോന്നും. അത്രയ്ക്ക് നല്ല നല്ല പൂക്കളായിരുന്നു. പേട്ടേന്ന് വേഗം പോന്നിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ദൂരമുള്ളതുകൊണ്ട് കുറച്ചൊരു മൂന്ന് മണി ആയിട്ടുണ്ട് ഇവിടെ എത്താൻ. അപ്പോഴേക്കും ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ട്. പൂപ്പൊലി ലാസ്റ്റ് ഡേ ആണ് അന്ന്. അപ്പോൾ പൂപ്പൊലി കണ്ടപ്പോൾ തന്നെയാണ് മനസ്സ് നിറഞ്ഞു. കാരണം അത്രക്കും പൂക്കൾ നിറഞ്ഞു നിൽക്കുക. വലിയ വലിയ പൂക്കളായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് കാണാത്തവർക്കൊരു നഷ്ടം തന്നെയാണത്. അത്രക്കും പൂക്കളും പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പൂക്കളുണ്ട് നിറഞ്ഞു നിൽക്കുന്നതും വലിയ വലിയ പൂക്കളൊക്കെയാണുള്ളത്. നല്ല അടിപൊളിയാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ നേരിട്ട് കാണേണ്ടത്. കാരണം അത്രക്കും ഭംഗിയുണ്ട്. നമ്മൾ ഈ ഫോണിൽ കാണുന്ന പോലെ ഒന്നുമല്ല ശരിക്കും അത് കാണുമ്പോൾ. നല്ല രസമുണ്ടെന്ന് വെച്ചാൽ നല്ല അടിപൊളിയാണ്. നമുക്ക് എങ്ങനെയാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. കാരണം പിന്നെ ഏതൊരാൾക്കും പൂക്കൾ ഇഷ്ടപ്പെടാത്ത ഒരാളും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത്രക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളിപ്പോൾ വയനാട് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂപ്പൊലിയായിരുന്നു. ഇനിയിപ്പോൾ ഇനി അതുണ്ടോയെന്ന് അറിയില്ല. അന്ന് ലാസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ ബാങ്ക് ഒരു 6 മണിൻ്റെ ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അത്രക്കും നടന്ന് കാണാൻ മാത്രം ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം പിന്നെ ഞങ്ങൾ ഒരുപാട് അവിടെ ഒരുപാട് നേരം നിന്നിട്ടുണ്ട് പൂപ്പൊലിയിൽ. ഇതൊക്കെ ഡാലിയാണ്. ഒരുപാട് പൂക്കളുണ്ട്. പലതരം പൂക്കളും ഉണ്ട്. 15 ദിവസം മാത്രമേ പൂപ്പൊലി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഡേ എങ്കിലും അവിടെ എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് വേഗം പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്ന ദിവസം അതിൻ്റെ സമാപനമാണ്. നടക്കാൻ കഴിയുന്നവർക്ക് ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളെ കൂടെ ഉമ്മ ഉള്ളതുകൊണ്ട് ഉമ്മക്ക് ഒരുപാട് അങ്ങനെ നടക്കാനില്ല. പക്ഷെ ഉമ്മ എല്ലാ സ്ഥലവും കണ്ടിട്ടുണ്ട്. നല്ല ഉഷാറായിന്. ആർക്കും ഇഷ്ടപ്പെടും. ഞാൻ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു ഇത്. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല, ഒരുപാടുണ്ട്. പിന്നെ ഇത് പലതരം പിന്നെ താറാവുകൾ, അതേപോലെ കോഴികൾ, മറ്റു പക്ഷികളൊക്കെ ഉണ്ട്, ബേഡ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഞാനെല്ലാം പകർത്തിയിട്ടില്ല ഇതിൽ. ഇവിടെ പലതരം പക്ഷികളുണ്ടായിരുന്നു കേട്ടോ. പ്രാവുകളൊക്കെ പല ഐറ്റംസും ഉണ്ടായിന്. ഇത് പിന്നെ ഒരു വെള്ളച്ചാട്ടമാണ്. ഇത്ര ജനങ്ങളൊന്നുമല്ല. കുറച്ച് ഇരുട്ടായതിൻ്റെ ശേഷം ഒരുപാട് ആളുകളുണ്ടായിന്. ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് അവിടെ ഇങ്ങനെ അനൗൺസ് ചെയ്യാണ് കുട്ടികളെയും എന്നൊക്കെ ശ്രദ്ധിക്കാൻ. കാരണം അത്രക്കും ജനങ്ങളുണ്ടായിരുന്നു. ഇവിടെ ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. ഞങ്ങൾ അതിൽ കയറിയിട്ടില്ല. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ കൈവിട്ടാൽ ഇവിടെ നിന്ന് തിരിച്ച് കിട്ടൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രക്കും ജനങ്ങളായിരുന്നു. നമുക്കൊരു കാലെടുത്ത് വെക്കാൻ പോലും സ്ഥലമില്ലാത്ത അത്രയും ജനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് രാത്രിയാവണം. ഞങ്ങളൊരു 6 മണീൻ്റെ ശേഷം ഞങ്ങൾ പോകുന്നത്. പിന്നെ അപ്പോഴേക്കും ഒരുപാട് നിറഞ്ഞിട്ടുണ്ട് ആളുകൾ. ഇനി ആൾ തിരക്കാവും കാരണം വെച്ചിട്ട് ഞങ്ങൾ വേഗം പോകുന്നതാണ് അവിടെ നിന്ന്.
ശരിക്കും ഇവിടെ ഞങ്ങളിവിടെ ഇറങ്ങുന്ന ആ സമയത്താണ് അവിടെ എത്തേണ്ട സമയം. കാരണം അവിടെ ലൈറ്റുകൾ, ആ പൂക്കളുടെ ഇടയിൽ ലൈറ്റുകളോട് ഇടുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ടുള്ളൂ ഇരുട്ടാവുന്ന സമയത്ത്. അപ്പോൾ വേഗം പോന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരുപാട് ലൈറ്റിൻ്റെ ആ ഒരു ഷോ ഇട്ടില്ല. ഒരുപാട് വീഡിയോ ഇനി എടുക്കാനുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫോണിലെ ചാർജ് കുറവായത് കാരണം ഞാൻ എടുത്തിട്ടില്ല.